നമ്മൾ രണ്ടും സ്വർണപ്പക്ഷിയാ, ഈ കാട്ടിലെ സുന്ദരി പക്ഷികൾ. നമ്മൾ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാൻ പാടുള്ളൂ. ആ സാധാരണപ്പെട്ട പക്ഷികൾക്ക് നമ്മളുടെ സുഹൃത്താവാൻ അർഹതയില്ല. ദൂരെ ഒരു കാടുണ്ടായിരുന്നു. അവിടെയാണ് സ്വർണപ്പക്ഷി ജീവിച്ചിരുന്നത്. അവളുടെ പേര് അവളുടെ ചിറകിന്റെ സൗന്ദര്യം കൊണ്ടാണ് കിട്ടിയത്. ആ കാട്ടിലെ തന്നെ ഒരുപാട് സൗന്ദര്യമുള്ള പക്ഷിയായിരുന്നു അവൾ. ഒരു ദിവസം സ്വർണപ്പക്ഷി കൂട്ടുകാരികളായ നീലുപക്ഷിയോടൊപ്പവും ടീനുപക്ഷിയോടൊപ്പവും വൈകുന്നേരം കളിക്കുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഒരു കഴുകൻ പിന്നാലെ വന്ന് അവരെ വേട്ടയാടാൻ വേണ്ടി അവിടെ പറന്നു വരുന്നുണ്ടെന്ന്. സ്വർണപ്പക്ഷി മേഘങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് പോയി. പെട്ടെന്ന് ടീനുപക്ഷി കണ്ടു ഒരു കഴുകൻ അവരെ വേട്ടയാടാൻ വരുന്നത്. സുഹൃത്തുക്കളെ, വേഗം താഴെ പോകൂ, കഴുകൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അത് പറയുന്നത് കേട്ട് സ്വർണപ്പക്ഷിയും നീലുപക്ഷിയും താഴേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ടീനുപക്ഷി അബദ്ധത്തിൽ ഒരു മരത്തിൽ പോയി ഇടിച്ചു. അതിന്റെ ചിറകിൽ പരിക്കേറ്റു. അത് പെട്ടെന്ന് തറയിൽ വീണു. എഴുന്നേൽക്കാൻ നോക്കി പറ്റിയില്ല. ഇത് കണ്ട് സ്വർണപ്പക്ഷിയും നീലുപക്ഷിയും അവിടേക്ക് പോയി. എടി ടീലു, നിനക്ക് എന്താ പറ്റിയത്? ടീനു, നിനക്ക് കുഴപ്പമില്ലല്ലോ. എന്റെ ചിറകുകൾ നന്നായി വേദനിക്കുന്നു. ഇത് പറഞ്ഞവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ പറ്റിയില്ല. നീ ഇനി അനങ്ങാൻ ശ്രമിക്കണ്ട. അനങ്ങിയാൽ വീണ്ടും വേദന എടുക്കും. എന്നാൽ ഇവളെ നമ്മൾ എങ്ങനെ ശരിയാക്കും? ഇവളുടെ മുറിവും വേദനയും ശരിയാക്കാൻ നമുക്ക് സുവർണ പുഷ്പം കൊണ്ടുവരണം. അത് കരിമലയിൽ മാത്രമേ ഉള്ളൂ. ഞാനും ആ പൂവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നോക്ക്, കരിമലയിൽ എപ്പോഴും നല്ല ഇരുട്ടാണ്. എന്നാൽ നിനക്കിപ്പോൾ അവിടെ പോകാൻ പറ്റും. കാരണം നിന്റെ സുവർണ നിറം നിലാവിന്റെ വെളിച്ചത്തിലും തിളങ്ങും. അതിന്റെ വെളിച്ചം കിട്ടും. നിനക്ക് ആ പൂവ് നിഷ്പ്രയാസം കൊണ്ടുവരാം. ഇത് കേട്ട് സ്വർണപ്പക്ഷി ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ ആ പൂവുമെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ വരാം. ഇത് കേട്ട് ബാക്കി രണ്ട് പക്ഷികളും സന്തോഷിച്ചു. നീലുപക്ഷി ടീനുപക്ഷിക്ക് തുണയായിരുന്നു. സ്വർണപ്പക്ഷി കരിമലയിലേക്കും പറന്നുപോയി. വഴി വളരെ വലുതായിരുന്നു. കുറേ ദൂരം പറന്നുപോയപ്പോൾ സ്വർണപ്പക്ഷി കണ്ടു തികച്ചും അവളെപ്പോലെ തന്നെയുള്ള മറ്റൊരു പക്ഷി ആകാശത്ത് പറക്കുന്നത്. സ്വർണപ്പക്ഷി അവളെ ഒരു ഞെട്ടലോടെ നോക്കി. എന്തുകൊണ്ടെന്നാൽ തന്നെ പോലെയുള്ള ഒരു മറ്റൊരു പക്ഷിയെ അവൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവൾ അതിന്റെ അടുത്തുപോയി അതിന്റെ കൂടെ തന്നെ പറന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പേര് സ്വർണപ്പക്ഷി എന്നാ. നിന്നെ കാണാൻ എന്നെപ്പോലെ ഉണ്ടല്ലോ. നിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ലല്ലോ. എവിടുന്നാ വന്നത്? എന്റെ പേരും സ്വർണപ്പക്ഷി എന്നാ. ഇത് കേട്ട് സ്വർണപ്പക്ഷി അവളോടെല്ലാം പറഞ്ഞു. അത് കേട്ട് അവൾ പറഞ്ഞു, നീയൊരു സ്വർണപ്പക്ഷിയായിട്ട് ഒരു സാധാരണ പക്ഷിയാണോ ചങ്ങാതി? അവർക്ക് വേണ്ടി നീ സുവർണ പുഷ്പം എടുക്കാൻ പോകുന്നോ? അതുകൊണ്ടെന്താ? നമ്മൾ രണ്ടും സ്വർണപ്പക്ഷിയാ, ഈ കാട്ടിലെ സുന്ദരി പക്ഷികൾ. നമ്മൾ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാൻ പാടുള്ളൂ. ആ സാധാരണപ്പെട്ട പക്ഷികൾക്ക് നമ്മളുടെ സുഹൃത്താവാൻ അർഹതയില്ല. ആ പക്ഷി സ്വർണപ്പക്ഷിയോട് അതും ഇതുമെല്ലാം പറഞ്ഞപ്പോൾ അത് കേട്ട് അവൾക്ക് അഹങ്കാരം വന്നു. മറുവശത്താണെങ്കിൽ ടീനുപക്ഷിയും നീലുപക്ഷിയും സ്വർണപ്പക്ഷി വരാനായി കാത്തിരുന്നു. രാവിലെ ആയപ്പോഴും സ്വർണപ്പക്ഷിയുടെ ഒരു വിവരവുമില്ല. നീലു ടീനുവിനോട് പറഞ്ഞു താൻ സ്വർണപ്പക്ഷിയെ നോക്കിയിട്ട് വരാമെന്ന്. നീലു അവളെ അവിടെ വിട്ട് മുകളിലേക്ക് പറന്നു. കുറെ പറന്നുപോയപ്പോൾ അവൾ രണ്ട് സ്വർണപ്പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നത് കണ്ടു. അവൾ പിന്നാലെ പോയി. പിന്നെ അവൾ അടുത്തുപോയി സ്വർണപ്പക്ഷിയോട് സംസാരിക്കാനും തുടങ്ങി. സ്വർണപ്പക്ഷി, നീ ടീനുപക്ഷിക്ക് സുവർണപുഷ്പം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇവിടെ എന്തു ചെയ്യുവാ? ക്ഷമിക്കണം, ഇനി നിങ്ങൾ എന്റെ സുഹൃത്തുക്കളെ അല്ല. ഇനി എന്റെ സുഹൃത്ത് എന്റെ കൂടെ പറക്കുന്ന ഈ സ്വർണപ്പക്ഷിയാണ്. നിനക്ക് നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം വന്നിരിക്കുക. കുഴപ്പമില്ല, നീ കൊണ്ടുവരില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ തനിച്ചു പോയി ആ പൂവെടുത്തു കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ നീലുപക്ഷി മലയ്ക്ക് നേരെ പറന്നുപോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ചുണ്ടിൽ സുവർണ പുഷ്പവും എടുത്ത് ടീനുവിന്റെ അടുത്തേക്ക് പോയി. ടീലുപക്ഷി ഇത് കണ്ട് സന്തോഷിച്ചു. അവൾ ചോദിക്കാൻ തുടങ്ങി, എടി നീലു, നീ തനിച്ചാണോ പൂവെടുത്തുകൊണ്ട് വന്നത്? സ്വർണപ്പക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലുപക്ഷി ചുണ്ടിലുള്ള സുവർണ പുഷ്പം താഴെയിട്ട് പറഞ്ഞു, നീ ആദ്യം ഈ പൂവ് കഴിച്ച് നിന്റെ വേദന മാറ്റ്, എന്നിട്ട് ഞാൻ പറയാം. ടീലു ആ പൂവിന്റെ ചില ഇതളുകൾ കഴിച്ചു. അത് കഴിച്ചതും
ടീലു പക്ഷിയുടെ വേദന അപ്പോൾ തന്നെ മാഞ്ഞുപോയി. അവൾക്കിപ്പോൾ നന്നായി ചിറകടിക്കാം. നിനക്ക് ഒരുപാട് നന്ദി എന്റെ സുഹൃത്തേ. ഇപ്പോൾ നീ പറ, സ്വർണപക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലു അവളോടെല്ലാ കാര്യവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾ വല്ലാതെയായി. ഇനി സ്വർണപക്ഷിയുമായി ഒരു സൗഹൃദവും വേണ്ട എന്നവർ തീരുമാനിച്ചു. മറുവശത്ത് സ്വർണപക്ഷി പുതിയ സുഹൃത്തുമായി സന്തോഷത്തിലായിരുന്നു. അവർ ദിവസം മുഴുവനും ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. രണ്ടുപേരും മറ്റു കിളികളുമായി സംസാരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചിന്തയിൽ മറ്റൊരു പക്ഷികളും അവരോട് കൂട്ടുകൂടാൻ അർഹരല്ലെന്നാണ്. ഒരിക്കൽ കാട്ടിൽ നന്നായി മഴ പെയ്തു. രണ്ടു പക്ഷികളും വേഗം ഒരു മരത്തിന്റെ മുകളിലും പോയിരുന്നു. പെട്ടെന്ന് നല്ലൊരു കാറ്റടിച്ചപ്പോൾ ആ മരത്തിലെ ഒരു പച്ച ഇല സ്വർണപക്ഷിയുടെ മുകളിൽ വീണു. അവളപ്പോൾ തറയിലുണ്ടായിരുന്ന ചെളിക്കുഴിയിൽ വീണു. ഇപ്പോൾ മഴ അവസാനിച്ചിരുന്നു. എന്നാൽ സ്വർണപക്ഷി പൂർണ്ണമായും ചെളിക്കുഴിയിൽ അകപ്പെട്ടിരുന്നു. അവളുടെ ചിറകുകൾ അകപ്പെട്ടിരുന്നു. നീ മുകളിലിരുന്ന് എന്താ നോക്കുന്നത്? വന്നെന്നെ സഹായിക്കേ. ഇത് കേട്ട് പുതിയ സ്വർണപക്ഷി താഴെ വന്നു. എന്നാൽ കാലുകൾ നിലത്തു വെക്കാതെ അവൾ പറഞ്ഞു, ഇപ്പോൾ നിന്നെ കാണാൻ ഒരു കാശിനും കൊള്ളില്ല. എപ്പോൾ മുതൽ നിന്റെ സുവർണ നിറം നഷ്ടമായോ അപ്പോൾ മുതൽ എന്റെ സുഹൃത്താവാൻ നിനക്ക് അർഹതയില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയാ. എന്നാൽ പറക്കാൻ പറ്റുന്നില്ല. നീ എനിക്ക് കുറച്ച് വെള്ളം തന്ന് സഹായിച്ചാൽ ഞാൻ വീണ്ടും എന്റെ സുവർണ നിറത്തിലോട്ട് തന്നെ മാറും. നീ ഇപ്പോൾ അതിന് എന്റെ സുഹൃത്തേ അല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ നിനക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത്? ആർക്കറിയാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നിന്റെ സൗന്ദര്യം തിരിച്ചു കിട്ടി നീ പഴയതുപോലെ ആകുമെന്ന്. ഞാനതുകൊണ്ട് പോവുക. ഇങ്ങനെ പറഞ്ഞത് പറന്നുപോയി. അപ്പോൾ സ്വർണപക്ഷിക്ക് തന്റെ പഴയ കൂട്ടുകാരെ ഓർമ്മ വന്നു. എന്നാൽ അതിന്റെ ചിറകുകൾ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് പറക്കാൻ പറ്റില്ല. ഒരുപാട് നേരം വരെ അവൾ ഈ അവസ്ഥയിൽ തറയിൽ തന്നെ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നീലുപക്ഷിയും ടീലുപക്ഷിയും അതുവഴി പറന്നു വന്നു. അവർ അവളെയും കണ്ടു. അവളെ കണ്ട് രണ്ടുപേരും അവളുടെ അടുത്തേക്ക് പോയി. അയ്യോ, നീ എങ്ങനെയാ ഈ ചെളിക്കുഴിയിൽ അകപ്പെട്ടത്? നീ എങ്ങനെ ഇതിൽ വീണു? ടീനുപക്ഷി, നീലുപക്ഷി, നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വർണപക്ഷിയാ. എന്നാലും നിനക്കെങ്ങനെ ഈ അവസ്ഥ വന്നു? നിന്റെ കൂട്ടുകാരി എവിടെ പോയി? ഇത് കേട്ട് സ്വർണപക്ഷി മാപ്പും ചോദിച്ച് അവരോടെല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീലുപക്ഷി പറഞ്ഞു, അഹങ്കാരത്തിലായിരുന്ന നിനക്കിപ്പോൾ മനസ്സിലായോ? ഞങ്ങൾക്ക് നിന്റെ അത്ര സൗന്ദര്യമില്ല അല്ലേ? സംസാരിക്കാൻ പോലും അർഹരല്ല അല്ലേ? ഇപ്പോൾ കണ്ടോ എവിടെ അവൾ? ഇപ്പോൾ നിനക്ക് അർഹത മനസ്സിലായോ? ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കുറവായി കാണില്ല. ഇത് കേട്ട് നീലുപക്ഷിയും ടീലുപക്ഷിയും ഒരു ചെറിയ മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് സ്വർണപക്ഷിയോട് അവർ അതിൽ മുറുകെ കടിക്കാൻ പറഞ്ഞു. എപ്പോൾ സ്വർണപക്ഷി ആ വിറകിൽ ശക്തിയായി കടിച്ചോ ആ വിറകിന്റെ രണ്ടു വശത്തായി നീലുപക്ഷിയും ടീലുപക്ഷിയും തന്റെ കാലുകൾ കൊണ്ട് മുറുകെ പിടിച്ച് അവളെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നു. കുളത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവളെ അവർ വെള്ളത്തിൽ മുക്കി. പിന്നെ വീണ്ടും അവളെ മുകളിലേക്ക് പൊക്കി. ഇങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിലും ചിറകിലും ഉണ്ടായിരുന്ന ചെളിയെല്ലാം പോയി. അവൾക്ക് വീണ്ടും സൗന്ദര്യം തിരിച്ചു കിട്ടി. പറക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും കൂടെ അവളും പോയി. അവർ ഒരുമിച്ച് കളിക്കുകയും ചെയ്തു. പുതിയതായിട്ട് നല്ല മുട്ടകൾ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. സഞ്ജീവനം ഒരു ഭംഗിയുള്ള കാട്. അവിടെ പച്ചപ്പകർന്ന മരങ്ങൾ, ചെടികൾ, മലകൾ, പിന്നെ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിൽ ചില താറാവുകൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ വെള്ളം കുടിക്കാനായി വന്നുകൊണ്ടിരുന്നു. ആ താറാവിന്റെ കൂട്ടത്തിൽ ഡക്ക് പിന്നെ ഡ്രേക്ക് എന്ന ജോഡി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡ്രേക്ക് ആ നദിക്കരയിൽ 2 മുട്ട ഇട്ടിരുന്നു. ഡക്ക് പിന്നെ ഡ്രേക്ക് അവർ 2 മുട്ടയും കണ്ട് സന്തോഷിച്ചു. അത് വളരെ നന്നായി നോക്കി. ആ നദിക്ക് കുറച്ച് അപ്പുറത്ത് ഒരു പാമ്പ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ നിന്നാണ് മൃഗങ്ങളെ നോക്കുക.
എപ്പോ പാമ്പിന്റെ കണ്ണ് കൂട്ടിലുണ്ടായിരുന്ന ആ മുട്ടകളിലേക്ക് പോയോ അത് സന്തോഷിച്ചു. ഓഹോ, എന്തോരം വലിയ വലിയ മുട്ടകൾ! ഇത് തിന്നാൻ ഒരു അവസരം കിട്ടിയാൽ വളരെ നന്നായേനെ. ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ. വൈകുന്നേര സമയം ആ നദിക്കടുത്ത് ഒരു കഴുക് വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു താറാവ് കൂട്ടം വന്നു. ഡാർക്ക് ഡ്രേക്ക്, ഇത് നിങ്ങളുടെ മുട്ടയാണോ? ആ, ഈ മുട്ട ഞാൻ രാവിലെ വെച്ചതാ. ഓ, ഇതുകൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇന്ന് കുളത്തിന്റെ അടുത്തേക്ക് വരാത്തത്? അതെ, ഇന്ന് നാൾ മുഴുവൻ ഞങ്ങൾ ഇവരെ നോക്കിക്കൊണ്ടേയിരുന്നു. അയ്യോ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാനേ വയ്യ. പക്ഷേ ഈ മുട്ടകൾ വിട്ട് എങ്ങനെ പോകും? നീ വിഷമിക്കണ്ട, മുട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഭക്ഷണം കിട്ടിയാൽ അത് കഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മുട്ട നോക്കാം. ഇങ്ങനെ പറഞ്ഞവർ മുട്ടകൾ അവിടെ വെച്ച് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാനായി പോയി. പാമ്പ് ഒളിഞ്ഞിരുന്ന് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അത് ഈ സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്, അവരെപ്പോ ഇവിടുന്ന് പോകുമെന്ന്. അവരവിടെ നിന്ന് ദൂരെ ചെന്നതും പാമ്പ് വളരെ സന്തോഷിച്ചു. മുഖത്ത് ചിരി, കണ്ണിൽ അത്യാഗ്രഹം. അത് മുട്ടയ്ക്കടുത്തേക്ക് ചെന്നു. ആഹാ, പുതിയതായിട്ട് നല്ല മുട്ടകൾ! അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ആഹാഹാഹാഹാ, ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ആ, ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ആ, ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. അങ്ങനെ പറഞ്ഞത് മാടത്തിലേക്ക് ഇഴഞ്ഞു. അത് കഴിഞ്ഞ് മാടത്തിൽ ചെന്ന് ഉറങ്ങി. ഡക്ക് ഡ്രേക്ക് രണ്ടുപേരും ആ കൂട്ടം വിട്ട് അവരുടെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ കൂടെ കാലിയായത് കണ്ട് വിഷമിച്ചു. അയ്യോ, നമ്മുടെ മുട്ട എവിടെ പോയി? നമ്മൾ വെച്ച മുട്ട നമ്മുടെ കൂട്ടമല്ലാതെ വേറെ ആരും കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരും എടുത്തുകൊണ്ടു പോയത്? അത് കേട്ട് ഡക്ക് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്. അങ്ങനെ പറഞ്ഞ ഡക്ക് ഡ്രിക്കിന് ഒരു ഐഡിയ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും അത് 2 മുട്ട വെച്ചു. രണ്ടുപേരും അത് നോക്കിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ ഡക്ക് പറഞ്ഞു, ഡ്രേക്ക്, എനിക്ക് നന്നായി വിശക്കുന്നു. പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ. പക്ഷേ മുട്ട വിട്ട് നമ്മൾ എങ്ങനെ പോകും? ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് സംഭവിച്ച എന്തു ചെയ്യും? എന്റെ അടുത്തൊരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡക്ക് ചില പുല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ആ പുല്ലെല്ലാം ഇട്ടുകൊണ്ട് ആ മുട്ടയെ മൂടി വെച്ചു. ഇപ്പോൾ ഈ മുട്ട ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കത് ഇവിടെ വിട്ടിട്ട് നന്നായി കഴിച്ചിട്ട് വരാം. അത് കണ്ട് ഡ്രിക്കും സന്തോഷിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും വിഷമിക്കാതെ അവിടുന്ന് ചെന്നു. ഇവന്മാർ മണ്ടന്മാർ തന്നെ. ഇങ്ങനെ അടച്ചു വെച്ചാൽ ഞാനെന്താ അറിയാതെ ഇരിക്കുമോ? ഇന്ന് വൈകുന്നേരമാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് വേഗം മാടത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കൂട് നോക്കി പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും ആ നദിക്കടുത്തുള്ള മരത്തിന്റെ പുറകെ നിന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വന്ന പാമ്പിനെ നോക്കി അവർ വളരെ പേടിച്ചു. അവർ അടുത്ത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് 2 മുട്ടയും വിഴുങ്ങി. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ അത് അതിന്റെ കൂട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും അവരുടെ കൂട്ടിൽ ചെല്ലുമ്പോൾ പാമ്പ് മുട്ട കഴിച്ച് പോയിരുന്നു. ഈ പാമ്പ് തീർച്ചയായും നമ്മൾ വെക്കുന്ന മുട്ടയെല്ലാം കഴിച്ചു തീർക്കും. അപ്പൊ അതിനർത്ഥം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുഖം കാണില്ലേ? അത് കേട്ട് ഡക്കും ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കണ്ണ് കഴുകിൽ പോയി. അതാ നദിയിലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നീ വിഷമിക്കണ്ട, ഇത് തടയാൻ എന്റെ അടുത്തൊരാളുണ്ട്. അവർ ഉറപ്പായും നമ്മളെ സഹായിക്കും. അപ്പൊ ഡക്ക് കഴുകിനോട് പറഞ്ഞു, ഗരുഡനെ, ഞങ്ങൾ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നു പറയ് ഡക്ക്. ഡക്ക് കഴുകിനോട് അതിന്റെ മുട്ട പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. അവരുടെ കഷ്ടം കേട്ട് കഴുകി ഇങ്ങനെ പറഞ്ഞു, പാമ്പിനെ കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാ.
അത് എവിടേക്ക് പോകണമോ അത് ഞാൻ അയക്കാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കഴുകൻ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ഡ്രിക് വീണ്ടും 2 മുട്ട വച്ചു. ആ സമയത്ത് പാമ്പ് അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൂട്ടിൽ പുല്ലൊക്കെ വെക്കുന്നുണ്ട്, അത് ഏതോ മൃഗം വന്ന് കഴിക്കാൻ വരുന്നു. അത് അറിയാതെ മുട്ടയും തിന്നുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുല്ലൊന്നും വെക്കണ്ട. അത് കേട്ട് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിട്ട് പോയാലും തുറന്നു വെച്ചിട്ട് പോയാലും ആ മുട്ട എന്റെ വയറ്റിനുള്ളിലേക്കേ പോകൂ. ഡക്കും ട്രിക്കും ആ മുട്ടകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഒളിച്ചിരുന്ന അതേ സ്ഥലത്ത് അവർ ഒളിച്ചിരുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ കഴുക അടുത്തിരുന്ന ഒരു മരത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നു. ഞാനിതാ വരുന്നു എന്റെ രുചിയുള്ള മുട്ടകളെ. അങ്ങനെ പാടിക്കൊണ്ട് പാമ്പ് പുറത്തു വന്ന് ആ കൂട്ടിലേക്ക് ചെന്നു. അത് കൂടിന്റെ അടുത്തേക്ക് വന്നതും മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കഴുക് വേഗം പറന്നെത്തി. പാമ്പ് മുട്ടകൾ കഴിക്കാൻ തല കുനിച്ചതും ആ കഴുക് അതിനെ പിടിച്ചു. കഴുക ആ പാമ്പിനെ കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്ത് അതിന്റെ ഒപ്പം പറന്നുപോയി. അയ്യോ, എന്നെ വിട്. ഇത് എവിടെ നിന്നും വന്നു? വിട്. അത് കേട്ട ആ കഴുക് സന്തോഷത്തോടെ ആ പാമ്പിനെ വിടാതെ പറന്നു. ഒരുപാട് നേരം പറന്നതിന് ശേഷം അതൊരു മലയ്ക്ക് മുകളിൽ ചെന്ന് നിന്നു. അവിടെ മുന്നേ 2 കഴുകുകൾ കാത്തുകൊണ്ടിരുന്നു. ആ കഴുക് ആ പാമ്പിനെ താഴെയിട്ടതും ആ 2 കഴുകും അതിന്റെ കൊക്കുപയോഗിച്ച് കൊത്തി കൊത്തി തിന്നു. അതിലത് ചത്തുപോയി. അങ്ങനെ ആ 3 കഴുകും ചേർന്ന് ആ പാമ്പിനെ ഭക്ഷണമാക്കി. ഇപ്പുറത്ത് ഡക്കും ട്രിക്കും അവരുടെ മുട്ടകൾ നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ കഴുകിന് നന്ദിയും പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഡക്ക് പിന്നെ ഡ്രിക് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നു.